അരിയില്ലാത്ത റേഷൻ കടകളും മരുന്നില്ലാത്ത ആശുപത്രികളുമാണ് പിണറായി സർക്കാരിന്റെ ഭരണം കൊണ്ട് ഉണ്ടായ കേരളത്തിലെ നേട്ടമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ പറഞ്ഞു. വടകര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സിവിൽ സപ്ലൈ ഓഫീസ് മാർച്ച് ജില്ലാതല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റേഷൻ സംവിധാനം ഇതുവരെ പുനഃസ്ഥാപിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. വിലക്കയറ്റം തടഞ്ഞു നിർത്തുവാൻ മുൻ സർക്കാരുകൾ മാവേലി സ്റ്റോറുകൾ വഴി സബ്സിഡി കൊടുത്ത് അവശ്യ സാധനങ്ങൾ വിതരണം ചെയ്ത് വിലക്കയറ്റം നിയന്ത്രിച്ചിരുന്നു. എന്നാൽ പിണറായി സർക്കാർ മാവേലി സ്റ്റോറുകളെ നോക്കുകുത്തിയാക്കിയിരിക്കുകയാണ്. ആശുപത്രികൾ പേരിനു പോലും മരുന്നില്ലാത്ത അവസ്ഥ. മനുഷ്യജീവനുകൾ വന്യമൃഗങ്ങളാൽ ആക്രമിക്കപ്പെടുമ്പോൾ വനം മന്ത്രി പാട്ടും പാടി ആർത്തുല്ലസിക്കുകയാണ്. ഈ മാർച്ച് സർക്കാരിനെതിരെ ഉയർന്നു വരുന്ന ശക്തമായ പ്രക്ഷോഭത്തിന്റെ തുടക്കമാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ കേരളത്തിൽ ഇന്ന് റേഷൻ സംവിധാനം തകിടം മറിഞ്ഞിരിക്കുന്നു. ചരക്ക് കൂലി കൊടുക്കുന്നില്ല, കുടിശ്ശിക കൊടുക്കുന്നില്ല. ഒരു ഭാഗത്ത് മുതലാളിമാർ സമരം ചെയ്യുമ്പോൾ അത് കഴിയുമ്പോഴേക്കും തൊഴിലാളികൾ സമരം ചെയ്യുന്നു. മുതലാളികളും തൊഴിലാളികളും ഒരുമിച്ച് സമരം ചെയ്യുന്ന ഒരു മേഖലയായി റേഷൻ മേഖല മാറുമ്പോൾ ജനങ്ങൾ പട്ടിണിക്ക് പോവുകയാണ്. അല്ലെങ്കിൽ തന്നെ നാട് പട്ടിണിക്ക് പോവുകയാണ്. 2016 പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ വടകര അങ്ങാടിയിലെ മസാലക്കടയിൽ ഒരിക്കലും അരിയുടെ വില എത്രയാ? ഇന്നത്തെ വില എത്രയാ? അരിയുടെ, മുളകിന്റെ, പരിപ്പിന്റെ, ചെറുപയറിന്റെ, ഉള്ളിയുടെ എല്ലാ സാധനങ്ങളുടെയും വില ഉത്തരവിരുന്നു. കാർഷിക വിളകൾക്ക് വിലയില്ല. കർഷകരും കർഷക തൊഴിലാളിയും കഷ്ടപ്പെടുകയാണ്. നിർമ്മാണ തൊഴിലാളി കഷ്ടപ്പെടുന്നു. ഈ നാട്ടിലെ ഓട്ടോ തൊഴിലാളിയും മോട്ടോർ ജീവനക്കാരനും എന്തിനേറെ പറയുന്നു, ഉദ്യോഗസ്ഥരും പെൻഷൻകാരും വരെ പ്രയാസത്തിലാണ്. കേരളത്തിലെ സമസ്ത ജനവിഭാഗങ്ങളും ഒരുപോലെ ഘട്ടത്തിലാക്കിയ ഒരു സർക്കാർ ഇതിനു മുമ്പ് കേരളം കണ്ടിട്ടില്ല. അങ്ങനെ സമസ്ത മേഖലയിൽ കഷ്ടപ്പെട്ട് ജീവിക്കാൻ പൊറുതിമുട്ടുമ്പോഴാണ് കൂരിന്മേൽ കുരു എന്നതുപോലെ തന്നെ പാവപ്പെട്ടവന്റെ അത്താണിയായ റേഷൻ കടയിൽ അരിയില്ലാത്ത അവസ്ഥ വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, സാധാരണക്കാരന് റേഷൻ കടയിൽ അരി കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ മുഖ്യമന്ത്രി അല്പമെങ്കിലും മാനമുണ്ടെങ്കിൽ, നാണം കേട്ടുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകാൻ മുഖ്യമന്ത്രി തയ്യാറാവണം. ഞാനൊരു കാര്യം പറയാം, ഈ സമരം കോൺഗ്രസിന്റെ തമാശകൾ സമരമല്ല. പിണറായി വിജയനോടും സിവിൽ സപ്ലൈസ് മന്ത്രിയോടും പറയുന്നു, റേഷൻ കടയിൽ അരി എത്തിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ തെരുവിലിറക്കില്ല. ഒരു സംശയവും വേണ്ട. ഈ നാടിനെ പട്ടിണിക്കാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇവിടെ ഒന്നിനും ഉത്തരവാദിത്തമില്ലാത്ത കുറെ മന്ത്രിമാരാണ്. ഈ അടുത്ത ദിവസം ശ്രീ കുര്യാടിയുടെ നേതൃത്വത്തിൽ ഒരു സമരമുണ്ടില്ലേ ആശുപത്രി മുമ്പിൽ? ആശുപത്രിയിൽ മരുന്നില്ല. പിണറായി വിജയൻ സർക്കാരിന്റെ നേട്ടം മരുന്നില്ലാത്ത ആശുപത്രികളും അരിയില്ലാത്ത റേഷൻ കടകളുമാണ്.